ഭാരതാംബ പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. അടിയന്തരാവസ്ഥ കാലത്താണ് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കിയതെന്നും ഗവർണർ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നടത്തിയ അഭിമുഖത്തിലാണ് ഗവർണർ ഇക്കാര്യം വിശദീകരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവാദം ഇപ്പോഴും കത്തിനിൽക്കുകയാണ്, പ്രതിഷേധമുണ്ട്. ഇതിനിടയിലെല്ലാം എങ്ങനെയാണ് നിലപാട് വ്യക്തമാക്കുന്നത് ഗവർണർ? പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്? അടിയന്തരാവസ്ഥയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാറാണ് ആ അഭിമുഖം നടത്തിയിരിക്കുന്നത്. അതിൽ ഗവർണർ വിശദീകരിക്കുന്നതാണ് ഭാരതാംബ തനിക്ക് എന്താണ് എന്ന കാര്യമാണ് അദ്ദേഹം നയം വ്യക്തമാക്കുന്നത്. തൻ്റെ പ്രത്യയശാസ്ത്രത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും മുകളിലാണ് ഭാരതാംബ എന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കുകയാണ്. അതായത് രാജ്ഭവനിൽ താൻ ഭാരതാംബ ചിത്രം വച്ച് തന്നെ നിലവിലുള്ളതുപോലെ തന്നെ ചിത്രം വച്ച് പൂജിക്കും, പുഷ്പാർച്ചന നടത്തും എന്ന കാര്യം അദ്ദേഹം അതിലൂടെ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, തനിക്ക് ഭാരതാംബ എന്ന സങ്കല്പത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഭാരതാംബ സങ്കല്പത്തെക്കുറിച്ച് തനിക്ക് കൂടുതൽ തെളിമ നൽകിയത് അടിയന്തരാവസ്ഥ കാലമാണെന്നും അതിനുശേഷം സംഘപരിവാറുമായി ബന്ധപ്പെട്ട്, അതായത് പ്രേരണയ്ക്ക് ബലമായതും അക്കാലത്താണെന്നും അദ്ദേഹം പി ശ്രീകുമാറിന് നൽകിയ ലേഖനത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഭാരതാംബ വിഷയത്തിൽ വലിയ പ്രതിഷേധം, രാഷ്ട്രീയ പ്രതിഷേധം തെരുവിൽ നടക്കുകയാണ്. ഗവർണർക്കെതിരെ ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ SFIയുടെ പ്രതിഷേധം നടക്കുന്നു. ഇതിന് പകരമായി ABVPയുടെ പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ഈ സംഭവം കൂടുതൽ കലുഷിതമായിരിക്കുകയാണ്. കാരണം ഈ പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിഷേധത്തോടെ തന്നെ അവസാനിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു രാജ്ഭവൻ. പക്ഷേ അതിനുശേഷവും SFI ഏറ്റെടുത്ത് CPMന്റെ അറിവോടെ തന്നെ SFI ഇറക്കിയുള്ള പ്രതിഷേധം നടക്കുമ്പോൾ, ഗവർണർക്കെതിരായ പ്രതിഷേധം പല രീതിയിൽ തെരുവിൽ ക്യാമ്പസുകളിലെല്ലാം നടക്കുമ്പോൾ അതിന് മറുപടിയായി ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഇനി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, ഭാരതാംബ വിവാദത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.